ഹായ്, നാളെ ഈസ്റ്ററാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മിൺസിൻ്റെ പാലപ്പം മിക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൗഡർ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക, കുറച്ച് പാൽ ഒഴിക്കുക, കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇടുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം ആ മാവ് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ പൊന്തി വരും കേട്ടോ. അപ്പോൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ചായ കുടിക്കിയിരിക്കുകയാണ്. അപ്പോൾ അമ്മാമി മോന് മുന്നേ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻ ഈ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിന് 4 ചക്രവും അതുപോലെ തന്നെ മറ്റു അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അവന് പക്ഷെ അതൊന്നും വേണ്ട, അത് കൂരി കളഞ്ഞിട്ടാണ് അതൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ പോലെ തന്നെയാണ്, ഒരു സൂക്ഷ്മമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാനിനി ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചിക്കനിലേക്കും അതുപോലെ തന്നെ ബീഫിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിക്ക് നമുക്ക് പാല് വേണം, നാളികേരപ്പാൽ വേണം. അപ്പോൾ അതിന് അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ മുന്നേ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുന്ന ആൾ അമ്മിച്ചിയാണ്. അമ്മിച്ചി ചെയ്താൽ തന്നെയാണ് അതൊരു എന്താ പറയുക, ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പിന്നെ നമ്മൾ ബീഫ് ആദ്യം റെഡിയാക്കി. പിന്നെ ഇതിൻ്റെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ നാളെ ഒരു വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ കറി അതേ റെഡി ആയിക്കൊണ്ടിരിക്കണു. അപ്പോൾ അതിൻ്റെ ഫൈനലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ദേ ഇത്രയും പാത്രങ്ങളുണ്ട് കഴുകാൻ. ഇനി ഇതൊക്കെ കഴുകി ഒതുക്കി വെച്ച് ഞാൻ ദേ അടിച്ചു വാരി തുടക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തത് വീടൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് നീറ്റായി